ഈ ഹദീസ് എന്ന് സോഷ്യൽ മീഡിയകളിലും പലപ്പോഴും പല ആളുകളൊക്കെ ഈ ഹദീസിന്റെ ഒരു കഷ്ണം മുറിച്ചിട്ട് വല്ലാതെ ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. അതെന്താ? കേട്ടില്ലേ മൗലൈമാരെ, മരിച്ചുപോയ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ ആണ്ട് കഴിച്ചില്ലേ അള്ളാന്റെ റസൂല്? ആണ്ട് കഴിച്ചു എന്ന് മാത്രമല്ല, മൗലൂദോദിയില്ലേ? മൗലൂദോദി എന്ന് മാത്രമല്ല, ആടിനെ വരെ അവരുടെ പേരിൽ അറുത്തില്ലേ? എന്നിട്ട് ധർമ്മം ചെയ്തില്ലേ? അപ്പൊ ബാപ്പ മരിച്ചാൽ ആണ്ട് കഴിക്കാൻ, ഭാര്യ മരിച്ചാൽ ആണ്ട് കഴിക്കാൻ, ഭർത്താവ് മരിച്ചാൽ ആണ്ട് കഴിക്കാൻ, അങ്ങനെ കൊല്ലത്തിൽ ആണ്ട് കഴിക്കാനും ആണ്ടാണെന്ന് പറഞ്ഞിട്ട് അന്ന് പ്രത്യേകം മൗലൂദോദാനും, എന്നിട്ട് അതിന് വേണ്ടി ആടിനെയോ പോത്തിനെയോ കുട്ടനെയോ ഒക്കെ അറുക്കാനും അതാ ബുഖാരിയിൽ ഞങ്ങൾക്ക് തെളിവുണ്ട്. നിങ്ങൾ ഈ പറയുന്നതൊന്നുമല്ല, ഞങ്ങൾ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. ഇത് പലരും പറയാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ, സാന്ദർഭികമായിട്ട് ഞാൻ അതൊന്ന് പറയട്ടെ. എന്താ ഇതിൻ്റെ വസ്തുത? എന്താണ് ഇതിൻ്റെ വസ്തുത? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ ആണ്ട് കഴിച്ചതാണോ? ഒരിക്കലുമല്ല. ആണ്ടെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ആണ്ടെന്താണ്? മരിച്ച ദിവസം, ഒരാൾ മരിച്ച ദിവസം കൊല്ലം തികയുന്ന ഡേറ്റ് നോക്കിയിട്ടാണ് ആണ്ട് പ്രഖ്യാപിക്കൽ. അപ്പൊ ബാപ്പ മരിച്ച ആണ്ട് എന്ന് പറയുന്നത് കൊല്ലം തികയുന്ന അന്നാണ്. അങ്ങനെ ഒരു ആണ്ട് ഇവിടെ ഖദീജ റളിയല്ലാഹു തആല അൻഹ മരിച്ച ദിവസം നോക്കിയിട്ട് അള്ളാഹുവിന്റെ റസൂല് അന്ന് പ്രത്യേകം മദ്ഹ് പറയുകയോ അന്ന് പ്രത്യേകം ആട്ടിനെ അറുത്തു എന്നോ ഹദീസിലില്ല. ഇനി രണ്ടാമത് പറയുന്ന ദുർവ്യാഖ്യാനം എന്താണ്? മൗലൂദോദിയില്ലേ? എന്താണ് ഇവിടെ മൗലൂദ് എന്ന് പറയുന്നത്? എന്നിട്ട് അവർ മൗലൂദിന്റെ നിർവചനം പറയും. മഹാന്മാരുടെ മദ്ഹ് പറയലാണ് മൗലിദ്. ഇവിടെ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ പ്രശംസ ഇങ്ങനെ പറഞ്ഞില്ലേ? അത് തന്നെയാണ് ഖദീജ മൗലിദോദി. അപ്പൊ ഖദീജ മൗലിദ്, നമ്മളെ നാട്ടിലെ മൗലിദ് അങ്ങനെയാ. നമ്മളെ നാട്ടിലെ മൗലിദ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേരിൽ, ഒരു വലിയൻ്റെ പേരിൽ, ഒരു വലിയത്തെന്ന് പറയപ്പെടുന്നയാളുടെ പേരിൽ കുറേ വേണ്ടതും വേണ്ടാത്തതും ഉള്ളതും ഇല്ലാത്തതും ഒക്കെ എഴുതി കൂട്ടിയിട്ട് ഗദ്യങ്ങളും പദ്യങ്ങളും കോർത്തിണക്കിക്കൊണ്ട് ഒരു പ്രത്യേകമായ കിതാബ്, അതിങ്ങനെ തലയണമേൽ മുണ്ടവിരിച്ച് അവരെ ചന്ദനത്തിരി പുകച്ച് ഭക്തിയാദരവോടുകൂടെ അതിന്മേൽ വെച്ചിട്ടിങ്ങനെ അതൊരു പ്രത്യേകമായ ഈണത്തിലും ഫാത്തിഹയും അതുപോലെ തന്നെ പലതും ചൊല്ലി തുടങ്ങിയിട്ട് കുറേ പാട്ടുപാടുകയും കുറേ ഗദ്യം വായിക്കുകയും കേൾക്കുന്നവർ കുറേ ഏറ്റുകൊണ്ട് ജവാബ് എന്ന രൂപത്തിൽ മറുപടി പറയുകയും അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ വ്യക്തിയോടുള്ള വിളിച്ചു തേട്ടങ്ങളുമൊക്കെ അടങ്ങുന്നതാണ് മൗലിദ്. അത് മദ്ഹ് എന്ന് വെറുതെ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മദ്ഹ് എന്ന് പറഞ്ഞിട്ട് ചൊല്ലുന്ന മൗലിദിൽ എന്തൊക്കെയാ ഉള്ളത്? മുഹീദ്ദീൻ ശൈഖിന്റെ മദ്ഹ് എന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയ കൃതികളിൽ എന്തൊക്കെയാ ഉള്ളത്? അള്ളാഹുവിന്റെ റസൂലിനോട് വരെ തേടുന്ന തേട്ടങ്ങളാണ്. ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. പാപങ്ങൾ ഒരുപാട് ഞാൻ ചെയ്തു പോയിട്ടുണ്ട് നബിയേ, അങ്ങയോട് ഞാൻ ആവലാതി പറയുകയാണ് ഈ പാപങ്ങളെക്കുറിച്ച്, അത് പുറത്തു തരണം എന്ന അർത്ഥത്തിൽ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട്, അതുപോലെ തന്നെ ആരുടെയൊക്കെ പേരിലാണോ ഗദ്യപദ്യ സമ്മിശ്രമായ ഈ കാര്യങ്ങൾ എഴുതിക്കൂട്ടി കോർത്തിണക്കിയിട്ട് കിതാബ് രൂപത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ അവരെയൊക്കെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആ രൂപത്തിലുള്ള കാര്യങ്ങളാണെന്ന് മൗലിദെന്ന് പറയുന്നത്. അങ്ങനെ മൗലൂദോദാൻ തെളിവെന്താണ്? നബിതങ്ങൾ ഖദീജ ബീവിയുടെ മൗലിദ് കഴിച്ചു. അപ്പൊ മൗലിദ് എന്ന് പറഞ്ഞാൽ എന്താ നിർവചനം? മദ്ഹ് പറയാ. അപ്പൊ ഇവിടെ മൗലിദ് കഴിച്ചു എന്ന് ഹദീസിൽ ഒരേ മദ്ഹ് പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ? മദ്ഹ് പറയുന്നതിന് ഇവിടെ ആർക്കാ എതിർപ്പുള്ളത്? മദ്ഹ് എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ പേരിൽ കളവ് പറയാൻ പാടില്ല. അതും ഒരാൾ മരിച്ച ദിവസം നോക്കിയിട്ട് മദ്ഹ് പറഞ്ഞോ? അള്ളാഹിന്റെ റസൂല് ഖദീജ റളിയല്ലാഹു തആല അൻഹ വഫാത്തായ ഡേറ്റിലാണോ ഈ മദ്ഹ് പറഞ്ഞത്? അല്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെ പറയുന്നത് അധികം ഇങ്ങനെ അവരെക്കുറിച്ച് ഇങ്ങനെ പ്രശംസിച്ചുകൊണ്ടിരിക്കും, അവരെക്കുറിച്ച് നല്ലതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. വല്ലപ്പോഴുമൊക്കെ ആടിനെ അറുക്കുമ്പോൾ അതാ ഹദീസിലുള്ള പദം തന്നെ, അല്ലാതെ ആ ദിവസം എന്നല്ല, എപ്പോഴെങ്കിലുമൊക്കെ വല്ല. അള്ളാന്റെ റസൂൽ അങ്ങനെ ഒരു മുഴുവൻ ആടിനൊന്നും പലപ്പോഴും കണ്ടിട്ടില്ല എന്ന് വേറെ ഹദീസിൽ കാണാം. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമന് അതൊന്നും കിട്ടാറില്ല. അത്രത്തോളം സുഹൃദ്, ഐഹിക വിരക്തി ദുന്യാവിൽ അവിടത്തേക്ക് കൊടുക്കാൻ ഇഷ്ടം പോലെ ആളില്ലാഞ്ഞിട്ടല്ല. അള്ളാന്റെ റസൂൽ അങ്ങനെ, റസൂലിൻ്റെ വീട്ടിലൊക്കെ പലപ്പോഴും അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയൊക്കെ ആയിരുന്നു. അവിടെ നിന്ന് എപ്പോഴൊന്നും ആടർക്കൂല.
വല്ലപ്പോഴും ഒക്കെ അങ്ങനെ അറുത്താൽ അള്ളാന്റെ റസൂൽ എന്ത് ചെയ്യും? അത് കഷ്ണങ്ങളാക്കിയിട്ട് ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ കൂട്ടുകാരികൾക്ക് കൊടുക്കും. അതെന്തിനാ? ഖദീജയോടുള്ള സ്നേഹമാണത്. അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചത് എന്താണ്? അത് നമുക്കും ചെയ്യാവുന്ന കാര്യമാണ്, ചെയ്യേണ്ടതുമാണ്. അഥവാ നമ്മുടെ ബാപ്പ മരിച്ചു, അത് ആ മരിച്ച ബാപ്പായുടെ കൂട്ടുകാരായ ആളുകളെ കാണുമ്പോൾ നമ്മൾ അവരോടൊന്ന് ഇക്റാമാക്കുകയാണ്, അവരെ ബഹുമാനിക്കുകയാണ്, അവരെ സഹായിക്കുകയാണ്. കാരണം എന്താണ്? ഇതെൻ്റെ ബാപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് ബാപ്പയുടെ കൂട്ടുകാരായിരുന്നു. ബാപ്പയുടെ കൂട്ടുകാരെ ഇക്റാമാക്കുന്നത് തൻ്റെ ബാപ്പയോട് ഞാൻ ചെയ്യുന്ന പുണ്യകർമ്മമാണ്. ഇസ്ലാം പഠിപ്പിച്ചതാണ്. ഇത് ബാപ്പാക്ക് മാത്രമല്ല, ഭാര്യയാണോ, ഭാര്യയുടെ കൂട്ടുകാരികളെ അവരെ ആദരിച്ച് അവർക്ക് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അത് തൻ്റെ ഭാര്യയോടുള്ള മരണശേഷവുമുള്ള മഹബത്തിൻ്റെ പ്രകടനമാണ്. അതൊരിക്കലും ഒരു വ്യക്തി മരിച്ചിട്ട് അയാളുടെ ആണ്ടിന് ആടറക്കുന്നതിൻ്റെ തെളിവല്ല. ഇത് എല്ലാവർക്കും ചെയ്യാം. മരണപ്പെട്ട ഒരാളുടെ, അയാളുടെ ബന്ധപ്പെട്ട ഒരാളെ നമ്മൾ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. എന്തിന്? അത് അയാളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നു എന്നത് ആ മരിച്ചുപോയ വ്യക്തിയോടുള്ള നമ്മുടെ ആദരവിൻ്റെ പ്രകടനമാണ്. അഥവാ മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കളോട് മരണശേഷവും നിലനിർത്താവുന്ന ബന്ധങ്ങൾ ഏതൊക്കെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ച കൂട്ടത്തിൽ അവരുടെ ചങ്ങാതിമാരെ ബഹുമാനിക്കൽ പോലും, അവരുടെ ചങ്ങാതിമാരെ ആദരിക്കൽ പോലും അവരോടുള്ള പുണ്യമാണ്, അവരോടുള്ള നമ്മുടെ കടമയാണ്. ആ കടമ നിർവഹിക്കലാണെന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ഇവിടെയും സംഭവിച്ചിട്ടുള്ളൂ. അതല്ലാതെ ഒരു വ്യക്തി മരിച്ചിട്ട് ആ വ്യക്തിയുടെ വഫാത്തിൻ്റെ ദിനം തിരഞ്ഞെടുത്തിട്ട് അന്ന് ആണ്ടാണെന്ന് തീരുമാനിച്ച് അന്നൊരാട്ടിനെ അറുത്ത് അവരുടെ മേൽ അത് കൊടുത്ത് ധർമ്മം ചെയ്യുന്ന ഒരു സമ്പ്രദായമല്ല. അതല്ല ഇവിടെ ഉള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, അത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. മഹാന്മാരായ ആളുകളുടെ പേരിൽ അർക്കാന പതൊക്കെ തെളിവ് പറയലുള്ളത്. ബദരീങ്ങളുടെ പേരിൽ ഒരു പോത്ത്, പിന്നെ ഉള്ളാളത്തെ സയ്യിദ് മദനിയുടെ പേരിൽ 10 ആട്, ഇതൊക്കെ അർക്കാനുള്ള തെളിവെന്താ? അള്ളാന്റെ റസൂൽ ഖദീജ ബീവിക്ക് വേണ്ടി ആടർത്തു ഇങ്ങനെ പറയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയുടെ പേരിൽ ആണ്ടിന് ആടർത്തു എന്നേ പറയാറുള്ളൂ. എന്താ തെളിവ്? അതാണ് തെളിവ്. എന്തിന്? ഉള്ളാളത്തെ ആടർക്കാൻ, ദർഗയിൽ ആടർക്കാൻ. ഓരോ സ്ഥലങ്ങളിലും ഇങ്ങനെ ഒരാളുടെ പേരിൽ ഇങ്ങനെ കോഴിനെയും ആട്ടിനെയൊക്കെ നേർച്ചയാക്കിയിട്ട് അറവ് നടത്താൻ. സഹോദരങ്ങളെ, അത് തെളിവല്ല. അത് ഈ പറഞ്ഞതും അതുമായിട്ട് ബന്ധമില്ല. വസ്തുത ഇതിൽ ഇങ്ങനെയാണ് എന്ന് സാന്ദർഭികമായി ഞാൻ എൻ്റെ സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്.